സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണത്തിനായി ശ്രീ അനിൽ ചേർത്തലയെ അസോസിയേറ്റ് എഡിറ്റർ കമ്മ്യൂണിക്കേഷൻ ശാന്തിഗിരി ആശ്രമം ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ എല്ലാമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൃപ്പാദപത്മങ്ങളിൽ സമസ്തവും സമർപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമസ്കരിച്ചുകൊണ്ട് സർവാദരണീയ സ്വാമി ചൈതന്യജ്ഞാന തപസ്വി, സർവാദരണീയ വിജയാജ്ഞാന തപസ്വിനി, പൂജാജ്ഞാന തപസ്വിനി, ആദരണീയരും സമാദരണീയരുമായ സന്യാസിനിമാരെ, പ്രിയമുള്ള ആത്മമിത്രങ്ങളെ, ഒരു 35 വർഷത്തിന് മുമ്പ് ഈ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. മണിക്കൂറുകളോളം ഇപ്പം മുഖ്യപ്രഭാഷണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, മണിക്കൂറുകളോളം ഗുരു ആ തിരുസവിധത്തിലിരിക്കുമ്പോൾ 1-2 മണിക്കൂറുകൾ നമ്മളിവിടെ പ്രഭാഷണം നടത്തി ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയമാണ്. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഒരു ധ്യാന ഗുരുവിൻ്റെ ശിഷ്യനെ ധ്യാനത്തിനായി കാട്ടിലേക്ക് പറഞ്ഞു വിട്ട അനുഭവം പോലെയാണ്. ഒരു ബുദ്ധ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട്, നീ കാട്ടിൽ പോയി ധ്യാനിക്ക്, എന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ നീ തിരിച്ചു വാ, തിരിച്ചു വരുമ്പോൾ നിന്റെ ധ്യാനാനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് നീ എഴുതിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ ഒരു പ്രബന്ധം പോലെ ഒരു പുസ്തകക്കെട്ടിൻ്റെ അത്രയും നീളത്തിൽ എഴുതിക്കൊണ്ടുവന്നു. അപ്പൊ ഗുരു സന്തോഷമായിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് വാ. അപ്പൊ അദ്ദേഹം തിരിച്ച് ധ്യാനാനുഭവം എഴുതിക്കൊണ്ട് വന്നത് കേവലം കടലാസുകളിലാണ്. ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു വിട്ട് കഴിഞ്ഞ് 12ാമത്തെ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഒരു വെള്ളക്കടലാസ് മാത്രമുണ്ട്, അതിലൊന്നും എഴുതിയിട്ടില്ല, അത് ശൂന്യമായിരുന്നു. സത്യത്തില് ഗുരുവിനെക്കുറിച്ച് ഇപ്പോ നമ്മൾ പറയുന്നതെല്ലാം ഒരുപാട് ആഴങ്ങളിലേക്ക് എത്തി ഒരു 3-4 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ മാറ്റി പറയേണ്ടി വരും എന്ന് പല പ്രാവശ്യം അനുഭവിച്ചവനാണ് ഞാൻ. ആദ്യം 89 ഗുരുവിൻ്റെ ജീവിത ചരിത്രം ആരും ഒരടുക്കോടുകൂടി എഴുതിയിരുന്നില്ല. അപ്പം ഞാൻ ചെന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ ജീവചരിത്രം ഒന്ന് എഴുതട്ടെ. അപ്പൊ ഗുരു ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞിടാ, ഒരു 1000 ജന്മമെങ്കിലും കണ്ട ഒരാൾക്ക് ഒരു മഹാഗുരുവിൻ്റെ ജീവചരിത്രം എഴുതാൻ പറ്റുള്ളൂ. 1000 ജന്മാന്തരങ്ങളെങ്കിലും കണ്ട ഒരാൾക്ക് മാത്രമേ ഒരു മഹാഗുരുവിൻ്റെ ജീവചരിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗുരു എന്നോട് സഹതാപത്തോടു കൂടി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമുക്കിവിടെ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാം, നീ ഒരു കഥാപ്രസംഗം രൂപത്തിലൊന്ന് എഴുതും. അങ്ങനെയാണ് നമ്മുടെ ചോരി നക്ഷത്രം കഥാപ്രസംഗ രൂപത്തിൽ എഴുതി. അപ്പൊ ഇതിങ്ങനെ ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് ഗുരു ഒരു ഭാഗം വന്നപ്പോൾ ഗുരു ഇങ്ങനെ കൈ കാണിച്ചു വായന നിർത്താൻ.
അപ്പൊ ഗുരു ഇങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ്. ആ കണ്ണിന്റെ കോണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരയായിട്ട് ഒഴുകുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഗുരു എന്താണ്? എടാ, ഒരു കുഞ്ഞൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ വീട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാനുണ്ടാവൂലേടാ? അത്രയും മാത്രമേ എന്നോട് ചോദിച്ചു. ഒരു കുഞ്ഞൊരു വീട്ടിൽ നിന്ന് ഒരു രാത്രി സമയത്ത് ഇറങ്ങിപ്പോയാൽ ആ വീട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാനുണ്ടാവും. ഇത് പറഞ്ഞിട്ട് ഗുരുവിന് വാക്കുകൾ പുറത്തേക്ക് വരാത്ത ഗദ്ഗതമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഗുരുവേ, ഒരു മഹാഗുരുവിനെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യത്തിന്റെ ധാമമായിട്ടുള്ള ഒരു മഹാഗുരുവിനെ ഇത്രയും സാധുവായ ഒരു കുടുംബത്തിൽ കൊണ്ടുപോയി ജനിപ്പിച്ചല്ല. അപ്പൊ ശിഷ്യപൂജിത ചൂണ്ടിയിട്ട് പറഞ്ഞത് അവള് പറയും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ശിഷ്യപൂജിത പറഞ്ഞത്, മഹാഗുരുവിന്റെ ജനനം ലോകം മുഴുവൻ നോക്കിയിരിക്കുന്നു. ത്രിമൂർത്തികളും അതിനപ്പുറത്തുള്ള അന്തര്യാമികളും ബ്രഹ്മരക്ഷസികളും യോഗഭ്രഷ്ടന്മാരുമെല്ലാം ഈ ജീവനെ ഭൂമിയിൽ അവതരിക്കാതിരിക്കാനും ജീവിപ്പിക്കാതിരിക്കാനും അതിനെ വളർത്താതിരിക്കാനും ശ്രമിക്കും. അതുകൊണ്ട് പുണ്യമുള്ള കുടുംബങ്ങളെല്ലാം വിട്ടിട്ട് അല്പം പോലും പുണ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആരും അറിയപ്പെടാതെ ജനിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ഗുരു എടുത്തൊരു വാക്ക് പറഞ്ഞു. ഏറ്റവും, ആ വാക്ക് ഞാനിപ്പോ ഓർക്കുന്നില്ല, ഏറ്റവും താഴ്ന്ന എന്നുള്ളൊരർത്ഥത്തിൽ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥലത്ത് നിന്നത് തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വ്യാപിക്കുന്നതിന് അത് തന്നെ ആയിക്കോളും. ജന്മഗൃഹത്തിന്റെ ഈ രൂപത്തിലല്ല, ഇതിന്റെ പഴയ രൂപത്തിലുമല്ല, അതിനും അപ്പുറത്തുള്ള ഒരു രൂപത്തില് ഞാനും ചൈതന്യസ്വാമി, അന്ന് ചൈതന്യസ്വാമി പൂർവാശ്രമത്തിലെ പുഷ്കരനാണ്, ഞാനും ചൈതന്യസ്വാമിയും കൂടെ ആദ്യമായിട്ട് ജന്മഗൃഹം കാണാൻ വന്നു. കാണാൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ വിളക്ക് കത്തിക്കുന്ന മുറിയില് തറയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുകയാണ്, മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയാണ്. രണ്ടുപേരും കൂടെ കയറി പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ കണ്ണ് നിറയുന്നത് കാണാതിരിക്കാൻ ഞാൻ ചൈതന്യസ്വാമി കാണുന്നുണ്ടോ എന്ന് നോക്കിയപ്പോ സ്വാമി പൊട്ടിക്കരയുകയാണ്. ഇപ്പൊ രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല. അന്ന് സ്വാമിക്ക് ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ ഇതേല് എറണാകുളത്ത് ഗുരു ഉണ്ട് ആശ്രമത്തിൽ. ഞങ്ങൾ എറണാകുളം ആശ്രമത്തിൽ ചെന്നു. അന്ന് ഗുരുവിനോട് സ്വാമി എന്തോക്കെ പറഞ്ഞു, പുഷ്കരൻ എന്തോക്കെ ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞിടാ, അത് അവിടെ നിൽക്കുന്ന പിതൃഭാവം അങ്ങനാണ്. ആ കാണുന്ന അഞ്ചടിപ്പാടത്ത് പച്ചയോടെ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലമാണ്. പച്ച മനുഷ്യരെ ജീവനോടെ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലമാണ്. ആ നോവ് നിൽക്കുന്ന പിതൃക്കളാണ്. ഇതാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ കരയുന്നത്. അങ്ങനല്ലേ സ്വാമി പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എൻ്റെ മനസ്സിനകത്ത് എങ്ങനെയാണ് ഈ നോവ് കിടക്കുന്നത്? എൻ്റെ മനസ്സിനകത്ത് അന്ന് മുതൽ ജിജ്ഞാസയാണ്. ഗുരു എന്ന് പറഞ്ഞ ഏറ്റവും താഴ്ന്ന സ്ഥലത്തുണ്ട് ഉയർത്തിക്കൊണ്ടുവന്നാല് ലോകത്തിൽ ഇത് എളുപ്പമാണ്, നമ്മുടെ ആശയം വ്യാപിക്കാൻ എളുപ്പമാണെന്ന് ഗുരു ആദ്യം ഈ കഥാപ്രസംഗം എഴുതിയ സമയത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും ചൈതന്യസ്വാമിയും കൂടെ എറണാകുളത്തെ ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനെ കാണുമ്പോ അത്രയും പാതകങ്ങൾ നടന്ന സ്ഥലമാണ്. അങ്ങനെ പച്ച ജീവനുകളെ മനുഷ്യരെ പച്ച ജീവനുകളെ ജീവനോടെ ചവിട്ടി താഴ്ത്തിയ സ്ഥലങ്ങളാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെന്താണ്? വലിയ യുദ്ധം നടന്ന സ്ഥലമാണോ?
ഈ സംശയം എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. 2019 ശിഷ്യപൂജിത ഗുരുവിൻ്റെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എഴുതാൻ തുടങ്ങി. അത് പറഞ്ഞു തരും, ഞാനിങ്ങനെ കേട്ടെഴുതും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ സമ്പൂർണമായ ജീവചരിത്രം എഴുതി വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ശിഷ്യപൂജിതയോട് ഞാൻ ചോദിച്ചു, ഗുരുവേ, എനിക്ക് പണ്ട് ശിഷ്യപൂജിത അന്ന് എന്നോട് ഗുരുവിൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് അതിൻ്റെ പൂർണ്ണമായ സംശയം തീർന്നില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ചന്ദ്രൂര് കൊണ്ടുവന്ന് ഗുരുവിനെ ജനിപ്പിച്ചത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ആ പറയുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതെല്ലാം തിരുത്തേണ്ടി വരും. അന്ന് ഒരു പുസ്തകം എഴുതാനുള്ള ഒരു പുസ്തകം അതിനു വേണ്ടിയിട്ട് മാത്രം എഴുതാനുള്ള ഒരു ചരിത്രം ശിഷ്യപൂജിത പറഞ്ഞത്, ഭാരതം എന്ന് പറയുന്നത് ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പാണ്ഡ്യരാജ്യം, ചേരരാജ്യം, ചോളരാജ്യം എന്ന വിഭജന പ്രക്രിയയിലൂടെ ഭാരതം പെട്ടുനിന്ന ഒരു സമയത്ത് ഈ ചേര സാമ്രാജ്യം ഭരിച്ചിരുന്നത് ചേരന്മാരാണ്. ചേരന്മാരെന്ന് പറയുന്നത് ബുദ്ധസന്യാസിമാർ ഇവിടെ വന്ന് സ്വാധീനിച്ചിട്ട് അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഈ ചേര സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചേരളം. ഈ ചേരളം എന്ന് പറയുന്നത് ഏതാണ്ട് കന്യാകുമാരി മുതൽ മധുര, വടക്കേന്ത്യയുടെ കുറെ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ കേരളത്തിന്റെ ഭരണം ബുദ്ധ സന്യാസിമാരിലേക്കും അവരെ നിയന്ത്രിക്കുന്ന, അവര് രാജഗുരുക്കന്മാരായിട്ട് ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ചേരന്മാരിലേക്കും എത്തിപ്പെട്ട, അല്ലെങ്കിൽ അവര് ഭരിച്ചുകൊണ്ടിരുന്ന ബുദ്ധമതത്തിന്റെ വ്യാപനം നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലം, ഏറ്റവും കൂടുതൽ ബുദ്ധ സന്യാസിമാര് ഒരു കൂട്ടത്തോടെ ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ അരൂര് മുതൽ കാർത്തികപ്പള്ളി താലൂക്ക് നമ്മുടെ ഹരിപ്പാട് ആശ്രമം നിൽക്കുന്നത് വരെയുള്ള സ്ഥലമാണ്. ഞാനും സ്നേഹാത്മസ്വാമിയൊക്കെ കൂടെ പണ്ട് സൊസൈറ്റിയുടെ കാര്യത്തിന് വേണ്ടി ചെന്ന സമയത്ത് ഗുരു പറഞ്ഞു, അപ്പൊ നമ്മളന്ന് ഈ ജന്മകത്തിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ നമ്മൾ പൗർണമിയില്ല നാടുകളിലൊക്കെ വെച്ചാണ് നടത്തേണ്ടത്. അപ്പൊ അന്ന് ഗുരുനോട് ചോദിച്ചു, പൗർണമി ജന്മകത്തിൽ വെച്ച് നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞ വേണ്ട, കറുത്തവാവിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരമ്പരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കറുത്തവാവിന് പ്രാർത്ഥന നടത്തിയ സ്ഥലം ഇവിടെയാണ്. അപ്പൊ അന്ന് ഗുരു ഒരു കാര്യം പറഞ്ഞു, ഈ ആലുവ മുതല് കരുവറ്റ വരെയുള്ള സ്ഥലത്ത് ഒരു വലിയ പ്രകാശം, ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രകാശം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ജന്മഗൃഹത്തിന്റെ 2 പ്രവേശന കവാടങ്ങളായിരിക്കും. ഈ ശ്രീമൂലവാസം എന്ന് പറയുന്ന ദേശം, ശ്രീമൂലവാസം എന്ന് പറയുന്നത് ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്ക് മുതല് അമ്പലപ്പുഴ കുട്ടനാട് ഒക്കെ ആയിട്ട് വ്യാപിച്ച, കുട്ടനാട് എന്ന് പേര് വന്നത് തന്നെ കുട്ടവരുടെ നാടെന്നാണ്. കുട്ടവരെന്ന് പറഞ്ഞാൽ ചേരന്മാരും ചേര രാജാക്കന്മാരുടെ പേരാണ്, പാലി ഭാഷയിലുള്ള പേരാണ് കുട്ടവരെന്ന് പറയുന്നത്. കുട്ടവരുടെ നാടെന്നാണ്. അങ്ങനെ തിങ്ങിപ്പാർത്ത ബുദ്ധസന്യാസിമാര് തിങ്ങിപ്പാർത്ത സ്ഥലമാണിത്. അതുകൊണ്ടാണ് ചന്തിരൂര്, അരൂര്, ഊരെന്നാണ് എല്ലാത്തിൻ്റെയും ബാക്കി വന്നിരിക്കുന്നത്. ഊര്, പള്ളി, മംഗലം, വട്ടം ഇതെല്ലാം ബുദ്ധസന്യാസിമാരിട്ട പേരുകളാണ്. അരൂര്, ചന്തിരൂര്, എരമല്ലൂര്, തൊറവൂര് ഇങ്ങനെ അടുത്തടുത്ത് ഊരുകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന വേറൊരു സ്ഥലമില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. എന്നിട്ട് ചന്ദ്രപ്രകാശം ഭൂമിയിൽ ആദ്യമായിട്ട് ഇവിടെയാണ് എത്തുന്നതെന്ന് ഐതിഹ്യം അല്ല, ബുദ്ധസന്യാസിമാര് പറഞ്ഞുള്ള അറിവാണ്. ഈ ബുദ്ധസന്യാസിമാരെ കൂട്ടത്തോടെ അരുങ്കൊല നടന്ന സ്ഥലങ്ങളാണിത്.
മനസ്സിലായ? ഗുരു വന്ന് ജീവനോടെ മനുഷ്യനെ ചവിട്ടി താഴ്ത്തിയ പാഠമാണ് എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായില്ല. ജീവനോടെ ഈ സന്യാസിമാരെ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലമാണ് അത്. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ കുമാരലു ഭട്ട് എന്ന് പറയുന്ന ഒരു വൈദികന്റെ നേതൃത്വത്തില് 8,000 ബുദ്ധ സന്യാസിമാരെയാണ് വടക്കേ ഇന്ത്യയിൽ കൊന്നൊടുക്കിയത്. ശൂലത്തിൽ കുത്തിത്തറച്ചാണ് കൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സംബന്ധമൂർത്തിയാണ് അത് കേരളത്തിൽ നടപ്പാക്കി. കേരളത്തിൽ അത് നടപ്പാക്കിയത് സംബന്ധമൂർത്തിയാണ്. ബുദ്ധന്മാര് അഹിംസാവാദികളാണ്. അവരെതിർത്തൊന്നും പറയാൻ പോകില്ല. അവരെ നിരീശ്വരവാദികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അവരെ നിരീശ്വരവാദികളാക്കി മാറ്റിക്കൊണ്ട് അവരെ കൊന്നൊടുക്കുന്ന കർമ്മമാണ് ഈ പടയണിപ്പാട്ടുകളും പൂരപ്പാട്ടുകളും എല്ലാം തെരുപ്പാട്ടുകളായിട്ട് വന്നത്. ഇവിടെ അതിൻ്റെ ഒരു ആസ്ഥാനമാണ്. ഗുരുവിൻ്റെ ജനനം എന്ന് പറയുന്നത്, ഒരിക്കല് ഗുരു ഇവിടെ വന്നിട്ട് ഈ ചോടി നക്ഷത്രം കഥാപ്രസംഗം ഈ രവീരഗുണന്മാരും ഒക്കെ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നത് മുഴുവൻ ഗുരു കേട്ടിരുന്നിട്ട് രാത്രി 12 മണി കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവേൽപ്പ് നടക്കുകയാണ്. ഗുരുവിൻ ജന്മത്തിലേക്ക് വരുന്ന ആദ്യത്തെ വരവേൽപ്പ് കഴിഞ്ഞിട്ട് ഗുരു എറണാകുളത്തെ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഈ കുമരത്തുപടി ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി ശിഷ്യപൂജിതയും അന്ന് 3-4 ജന്യമാര് ദർശനത്തില് ഉയർന്നു നിൽക്കുന്ന 2-3 ജന്യമാരുണ്ട്. അവരോട് എല്ലാവരോടും കൂടി പറഞ്ഞു അവിടെ പോയി ധ്യാനിക്കാൻ പറഞ്ഞു. അപ്പൊ ധ്യാനിച്ച അനുഭവം പിറ്റേ ദിവസം ഹരിപ്പാടിന് ആശ്രമം നിൽക്കുന്ന വീട്ടില് അവിടെ വെച്ച് ഗുരു ശിഷ്യപൂജിതയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നീ എന്താണ് കണ്ടത് എന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യപൂജിത പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാത്വികയായിട്ടുള്ള ഒരു ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ സ്വരൂപം വന്നിട്ട് എനിക്ക് വേണ്ടത് ഗുരുവിലൂടെ തരണേ എന്ന് യാചിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഗുരുവിന്റെ സൂക്ഷ്മ രൂപത്തോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ആ ദേവിക്ക് വേണ്ടത് കൊടുത്തു. പിന്നെയും അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവിടെ ഒരു സന്യാസിയുടെ സമാധിയാണ്. ആ സന്യാസി നമ്മുടെ ഗുരുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു മതി, ഇനി പറയണ്ട, ഇനി അതിനപ്പുറത്തോട്ട് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഗുരു സത്യത്തിൽ ഇവിടെ വന്ന് ജനിച്ചതാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതാണെങ്കിലും ഒന്നും ഒരു ആകസ്മികമായ നിയോഗങ്ങളല്ല. ഒരാള് പോലും ഇവിടെ ഇരിക്കുന്ന ഒരാള് പോലും ഗുരു കൂട്ടിക്കൊണ്ടുവരാത്ത ഒരാളില്ല. എന്തിന് ഈ ചൈതന്യസ്വാമി പുഷ്കരനായിരുന്ന സമയത്ത് ഇപ്പിയൊക്കെ വളർത്തി വലിയ മീശയൊക്കെ വെച്ച് അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഗുരുവിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു ചമ്മല. ഞങ്ങള് പോയി തുടങ്ങിയ സമയമാണ്. പുഷ്കരൻ 100 കണക്കിന് ആളുകൾ എറണാകുളത്തെ ആശ്രമത്തിൽ ഗുരു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 100 കണക്കിന് പുറത്തുള്ള ആളുകളും അകത്തുള്ള ആളുകളും ഒക്കെ ആയിട്ട് 100 കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ പുള്ളി പോയി ഒരു മൂലയ്ക്ക് പോയി പതുങ്ങിയിരുന്നു. ഗുരു ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് ഇങ്ങനെ വലിയ പരിചയങ്ങളൊന്നുമില്ല, ഞങ്ങളെ ഒന്നും അന്ന് അത്ര വലിയ പരിചയങ്ങളൊന്നുമില്ല. ഗുരു ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയിട്ട് വേണം ഡാ എഴുന്നേക്ക്, ഒരു കള്ളൻ ഇരിക്കുന്ന കണ്ട, നിങ്ങൾ നോക്കി അവന് ജടയും മുടിയൊക്കെ ഇല്ലേ? അപ്പൊ എല്ലാരും നോക്കി ജടയും മുടിയൊന്നുമില്ല. എടാ എനിക്ക് കാണാം അവന് ജടയും മുടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ആശ്രമത്തിൽ വരുന്ന കല്യാണാലോചനയായിട്ടാണ്. അപ്പൊ ഗുരു പറഞ്ഞു 12 കുംഭം എടുക്കുക, അത് കഴിയുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. 12 കുംഭം എടുത്തതിന്റെ പ്രതിരൂപമാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, ഈ ഒരു സംഭവം കൊണ്ട് പറയുന്നതല്ല. ഇതൊക്കെ നമ്മുടെ തിരക്കഥ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മണ്ണില് ഒരു ഉച്ച സമയത്ത് കാർലോസ് ഗുസ്മാൻ ഇവിടെ വന്നു. കാർലോസ് ഗുസ്മാൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഷാള് ഊരിയിട്ട്
ഈ മണ്ണെല്ലാം കൂടെ മണ്ണ് കിടന്നുകൊണ്ട് വാരി കൂട്ടുകയാണ് ഈ ഷാലിനകത്തോട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് ലൈറ്റ്നിങ് സോയിൽ. മിന്നൽ പിണര് പോലുള്ള മണ്ണാണെന്ന്. വാരിക്കൂട്ടി പുള്ളിയാൻ കൊണ്ടുപോയി, മെക്സിക്കോയിൽ കൊണ്ടുപോയി. മിന്നൽ പിണര് പോലുള്ള പ്രകാശമുള്ള മണ്ണ്. ഈ മണ്ണിൽ ചവിട്ടാൻ ഈ കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തിലുള്ള സ്ഥലത്ത് നമുക്കൊരു ഭാഗ്യം കിട്ടിയെങ്കിലേ നമ്മളെയൊക്കെ ഗുരു കൂട്ടിക്കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള ഒരു മണ്ണിൽ നിന്ന് ഗുരുവിൻ്റെ ജനനം എന്തുകൊണ്ടാണ് ഇവിടെ നടന്നത്? ഇതിൻ്റെ തിരുത്ത് ഇവിടുന്ന് തുടങ്ങി. അതുപോലെ ഞാൻ ചോദിച്ചു, ഗുരുവെ, ശിഷ്യപോയി ചോദിച്ചു, ഗുരുവെ, എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ കർമ്മഭൂമിയായിട്ട് ഈ പോത്തൻകോട് തിരഞ്ഞെടുത്തത്? അപ്പൊ ശിഷ്യപോയിത പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധസന്യാസിമാരിൽ, ബുദ്ധശിഷ്യരിൽ, സന്യാസിമാരിലല്ല, ബുദ്ധശിഷ്യരിൽ ഒരാളായിട്ട് ഗുരുവിന്റെ ഏറ്റവും വലിയൊരു ജനനം ഉണ്ടായിരുന്നു. ആ ശിഷ്യൻ സമാധിയായ സ്ഥലമാണ്, അതായത് നമ്മുടെ ഗുരു തന്നെ, നമ്മുടെ പർണശാല നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഞാൻ ചോദിച്ചു, ഗുരു ശിഷ്യപോയി ചോദിച്ചു, ഗുരു ബുദ്ധനായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, അതറിഞ്ഞൂടെ? അപ്പൊ ഈ ഓരോ ആചാര്യന്മാരും വന്നിരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ കൂടെ കൂടിയിട്ടുള്ള, ഗുരുവായിട്ട് വന്നിട്ടുള്ള സമയത്ത് അവരുടെയൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും ഓരോ രക്തബന്ധത്തിന്റെ ഓരോ കണ്ണികളും മാത്രമാണ് ഇവിടെ ഇപ്പൊ ഇന്നിരിക്കുന്നത്. നമ്മളിതിന്റെ അവകാശികളാണ്. ഈ പാടമല്ല, ഇപ്പൊ അവിടെ നിലമാണ്, റോഡാണ്. ഈ പാടത്ത് അന്ന് ഈ വീട് ഒരു പന്നി വളർത്തൽ കേന്ദ്രം കൂടാണ്. അഗസ്ത്യൻ കുഞ്ഞ് എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഒരു പന്നി വളർത്തൽ, ഇങ്ങോട്ടങ്ങ് വരാൻ പറ്റില്ല, ഭയങ്കര ദുർഗന്ധമാണ്. ഈ പന്നിയുടെ വേസ്റ്റ് കാഷ്ടം എല്ലാം കൂടെ ഒഴുക്കുന്നത് ആ പാടത്താണ്. ആ പാടത്തേക്ക് ഒഴുക്കുന്ന അവിടെ ഇങ്ങോട്ട് നമ്മുടെ ജന്മഗൃഹത്തിലേക്ക് വരാൻ ഒരു വഴിയില്ല. ഗുരുവിന്റെ ആദ്യത്തെ വരവേൽപ്പിന് നമ്മൾ ഈ ചന്ദ്രയുടെ സ്കൂളിൽ നിന്ന് ബെഞ്ച് കൊണ്ടുവന്നിട്ട് തട്ട് കെട്ടിയാണ് ഗുരുവിനെ അതിലൂടെ നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നീട് ജന്മഗൃഹം കാണണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഈ പന്നിക്കാഷ്ടത്തിനകത്തൂടെ വേണം വരാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സ്നേഹാത്മസ്വാമി, ജയന്റസ്വാമി, ഗുരുസ്വാമി, ഇവിടുത്തെ ഇവരൊക്കെ പയ്യന്മാരാണ്. ഈ ഗുരുസ്വാമിയും ബാച്ചൊക്കെ പയ്യന്മാരാണ്. എല്ലാവരും കൂടെ തീരുമാനം, വേറെ എങ്ങൊന്നും മണ്ണ് കൊണ്ടുവരാനൊന്നും പറ്റൂല. കാരണം ഇങ്ങോട്ടെങ്ങും വണ്ടി വരത്തില്ല, ഇങ്ങോട്ട് വള്ളവും വരൂല. ആ കായലിലെ വെള്ളം വരുള്ളൂ മണ്ണിനാണെങ്കിലും. അപ്പൊ ഈ കണ്ടത്തിൽ നിന്നിന്റെ ഒരു ഭാഗം കുത്തി മണ്ണെടുത്ത് ഒരു ചിറയുണ്ടാക്കി അതിനകത്ത് പങ്കെടുത്ത് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ചിറയുണ്ടായി, അതായത് ആഞ്ഞ് പിക്കാസ് വെച്ച് കുത്തുമ്പോ പൊക്കനെ വെള്ളം മുഖത്തേക്കാണ് വീഴുന്നത്. ഇങ്ങനെ തുപ്പും. ഈ സ്നേഹാത്മസ്വാമിയും ഗുരുസ്വാമിയൊക്കെ വായിക്കകത്തേക്ക് വീഴുന്നത് ഈ പന്നികാഷ്ടമാണ്. അപ്പൊ അന്ന് ചില ആളുകൾക്ക് ഒരു കുശുമ്പ് തോന്നിയിട്ട്, ഞാൻ തുറന്നു പറയുക, ചില ആളുകൾക്ക് ഒരു കുശുമ്പ് തോന്നിയിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരുവേ, അവര് ചോദിക്കാതെയും പറയാതെ അവിടെ വഴി ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിക്കൂട്ടുകയാണ്. ഉള്ള പിള്ളേരെയൊക്കെ കൂടെ അനിൽ വന്നിട്ട് വിളിച്ചു കൂട്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരു മിണ്ടാതിരുന്നു. എടാ, അവരത് ചെയ്യട്ടെ. ഗുരു പറഞ്ഞ വാക്കാണ്, നമ്മൾ ഓർത്തു നോക്കണം. അവരതിൻ്റെ അവകാശികളാണ്. ഇന്ന് അവരതിൻ്റെ അവകാശികളാണെങ്കിൽ നാളെ അവർ പ്രസ്ഥാനത്തിന്റെ അധികാരികളായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. നോക്ക്, ശാന്തിഗിരി ആശ്രമത്തിന്റെ അധികാരികളാണ്. പ്രസിഡന്റും സെക്രട്ടറിയും സകല മുൻനിരയിൽ നിൽക്കുന്ന അന്ന് ഈ പന്നിക്കാഷ്ടത്തിൽ കിടന്ന് വെട്ടിയ കുഞ്ഞുങ്ങളാണ്. അതാണ് ഗുരുവിന്റെ നിയമം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പിന്നില് ഗുരു നേരത്തെ തിരക്കഥ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നമ്മൾ മത്സരിച്ചാല്
ആത്മീയതയിലെ ഓട്ടത്തിന്റെ മത്സരം എന്ന് പറയുന്നത് ചാക്രികമാണ്. ചാക്രികം എന്ന് പറഞ്ഞാൽ വട്ടത്തിലേ ഓടാൻ പറ്റുള്ളൂ. ഏറ്റവും മുമ്പേ ഓടണവൻ ഏറ്റവും പുറകെ ഓടണവന്റെ പുറകിലായിരിക്കും. എന്നാലോചിച്ച് നോക്കി, വട്ടത്തിലുള്ള ഒരു ഓട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും മുമ്പേ ഓടണവൻ ഏറ്റവും പുറകിൽ ഓടുന്നവന്റെ പുറകിലേ പോയി നിൽക്കുകയുള്ളൂ. കൂട്ടിമുട്ടും, പുറകിൽ പോയി അവന്റെ മുട്ടിലും വിട്ടുള്ളൂ. നമുക്ക് മത്സരിക്കണ്ട, ഒന്നിനോടും മത്സരിക്കണ്ട, ആരോടും മത്സരിക്കണ്ട. ഇതിന് കിട്ടിയ ഈ അവകാശത്തിന് നിരന്തരമായി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഓരോ പുലരിയും ഗുരുവിനോടൊപ്പം കാണാൻ നമുക്ക് സൗഭാഗ്യം തരുന്നതിന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കൃതജ്ഞതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വീണ്ടും 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 ഗുരു കൃതജ്ഞത അർപ്പിക്കാൻ നമുക്ക് അവസരം തരും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമസ്തവും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം.